സാർ എങ്ങനെ പ്രസന്റേഷൻ ചെയ്യുവോ? ഞാൻ ജിൻസ് ചെയ്യും സാർ. ജിൻസ് ചെയ്യും. ഞാനോ? നീ തന്നെ ജിൻസ് ചെയ്താൽ മതി. ഞാൻ അങ്ങനെ ചെയ്യുന്ന എനിക്ക് ആ പ്രൊജക്ടിനെ പറ്റി ഒന്നും തന്നെ അറിയത്തില്ല സാർ. സാരമില്ല, അത് നോക്കി പഠിച്ചിട്ടെ പ്രസന്റ് ചെയ്താൽ മതി. ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ. എനിക്കൊന്നും പറ്റത്തില്ല സാർ. എന്താ പറ്റത്തില്ല? ഇറങ്ങിയാൽ പറ്റിയേ പറ്റൂ. സാറിന് അറിയത്തില്ല എനിക്ക് പ്രൊജക്ട് ഒന്നും പ്രസന്റ് ചെയ്യാൻ പറ്റൂലെന്ന്. ഇവിടുത്തെ നല്ല സ്റ്റാഫാണ്, നല്ല പുറത്തെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. സ്റ്റാഫാന്നല്ല പറയുള്ളൂ, പക്ഷെ പ്രൊജക്ട് പ്രസന്റേഷൻ അതിനകത്തില്ലല്ലോ. സാരമില്ല, ചെയ്ത് പഠിച്ചാൽ മതി. എന്നെ കൊണ്ട് പറ്റും ജിൻസി, നീ ചെയ്യ്. സാർ എങ്ങനെയെങ്കിലും പറഞ്ഞ് ഒഴിവാക്കാൻ നോക്ക് സാർ. ഒരാളുടെ മുഖത്ത് നോക്കി നോ പറയാൻ സാർ പഠിക്കണം. ശരിയാണല്ലോ. ഒരു കാര്യം ചെയ്യും, നാളെ പോലെ താൻ ലീവ് വെക്കുമ്പോഴേ ഞാൻ നോ പറയും പഠിച്ചോളാം. അതുപോലെ ഇങ്ങനെ എന്തായാലും ജിൻസി തന്നെ ചെയ്താൽ മതി കേട്ടോ. എല്ലാം ഓക്കെ ആയിക്കണം. ജിൻസി പ്രിപ്പയർ ചെയ്തോ. ഓൾ ദി ബെസ്റ്റ്. പ്രൊജക്ട് പ്രസന്റേഷന്റെ മാത്രമേ കുറവുണ്ടാവുള്ളൂ. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കണം, നിന്നെ കൊണ്ട് പറ്റും. ഒരു കാര്യം ചെയ്യേ, നീ ഇതുവരെ പ്രസന്റേഷൻ ചെയ്തിട്ടില്ലല്ലോ, നീ ചെയ്യേ. അത് പിന്നെ ഇന്ന് സൺഡേ അല്ലേ, അല്ലെങ്കിൽ ഞാൻ ഒരു കൈ നോക്കാം. കൂടെ നിൽക്കാം. ഞാനൊരു കാര്യം പറയാം, ഈ പ്രസന്റേഷൻ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് പ്രൊമോഷൻ ഉള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ഞാൻ സാറിനോട് സ്പെഷ്യലി റെക്കമെൻഡ് ചെയ്യാം. സാരയല്ല, ഇത് ഇന്നിപ്പം ഇന്നത്തെ നീ ചെയ്താൽ മതി.